മറ്റൊരു കെടുകാഴ്ചയുടെ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് നേരെ ജനപ്രതിനിധികൾ പോലും കയർക്കുന്ന സാഹചര്യം ചില സ്ഥലത്ത് കണ്ടു. യഥാർത്ഥത്തിൽ സംഭവിച്ചുകൂടാത്തതാണ്. മാധ്യമപ്രവർത്തകർ ഏതെങ്കിലും പോരായ്മയുണ്ടെ ചൂണ്ടിക്കാണിച്ചാൽ സ്വാഗതം ചെയ്യലും ഞങ്ങളൊക്കെ ചെയ്തിരുന്നത്, ഞങ്ങളെല്ലാം ജനപ്രതിനിധികളായിരുന്നാണ്. ഇപ്പോഴും ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ചില സ്ഥലത്ത് ഞങ്ങൾ ഓടിയെത്തിയത്. കാരണം അത് സഹായകരാണ്. ഇപ്പോൾ നമുക്കാരും ചെന്നെത്ത് വെട്ടാൻ കഴിയാത്ത സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ ഇന്ന സ്ഥലത്തിൻ്റെ കുറവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് കൃത്യമായി ഇടപെട്ടത് പരിഹരിക്കാൻ കഴിയേണ്ടതിന് പകരം അത് ചൂണ്ടിക്കാണിച്ച മാധ്യമപ്രവർത്തകരെ വെല്ലുവിളിക്കുകയും ചീത്ത വിളിക്കുകയും അവരുടെ തട്ടിക്കയറുകയും ചെയ്യുന്നത് ആർക്കും ഭൂഷണമല്ല. അതൊരു തെറ്റായ സമീപനമാണ്. ജനാധിപത്യ മര്യാദ അനുസരിച്ച് അത്തരം നിലപാടുകൾ നമ്മൾ തിരുത്തപ്പെടേണ്ടതാണ് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതിലൊരു സംഭവം കൂടി ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരി LP സ്കൂളിലെ ക്യാമ്പ് ടൗണിലുള്ളതാണ്. മുനിസിപ്പൽ ഏരിയയിൽ തന്നെയുള്ള അല്ലെങ്കിൽ കോടതിക്ക് തൊട്ട് തീർച്ചുള്ള ക്യാമ്പ്. അവിടെ രാവിലെ പുഴവാത് പ്രദേശത്തെ ആളുകളെല്ലാം കൊണ്ടുവന്നിരുന്നു. ക്യാമ്പിൽ വരുന്നവർക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണം തയ്യാറാക്കേണ്ടത് ക്യാമ്പിലുള്ളവരാണ്. അവർക്ക് 10 മണിയായിട്ടും പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയിരുന്നത് മാത്രമല്ല, ആകെ കൊടുത്തത് ഒരു സ്റ്റൗവും ഒരു ഗ്യാസ് സിലിണ്ടറും ഒരു കിലോ സവോളയും. അത് ചില പത്രങ്ങൾ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു ക്യാമ്പിൽ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് കൊടുത്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എടുത്തുകൊണ്ട് പോയിട്ട് വേറൊരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഉച്ചയായപ്പോൾ വന്ന് അപ്പം പിന്നെ അവിടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വെളിയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് അവർ കഴിച്ചത്. പിന്നെ വെളിയിൽ പോയിട്ട് വേറൊരു ക്യാമ്പുണ്ട്, ആ ക്യാമ്പിൽ വേണേൽ ഉച്ചയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, കൊച്ചു കുട്ടികൾ, വൃദ്ധന്മാർ, വൃദ്ധകൾ ഇവരൊക്കെ കിടക്കുകയാണ്. അവരെല്ലാം എടുത്തുകൊണ്ട് അടുത്ത ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിച്ച് വീണ്ടും ഇവിടെ കൊണ്ട് കിടത്തണം. പലരെയും ഫയർഫോഴ്സും മറ്റാളിനും ചേർന്ന് എടുത്തുകൊണ്ട് വന്നവരുണ്ട്. അങ്ങനെയുള്ളവരെങ്ങനെയാണ് മറ്റൊരു ക്യാമ്പിൽ ഭക്ഷണം കഴിക്കാൻ പോവുക? യഥാർത്ഥത്തിൽ മുമ്പ് കാലങ്ങളിലെല്ലാം ചെയ്തിട്ടുള്ളത്, ഏത് ക്യാമ്പാണോ തുടങ്ങുന്നത് ആ ക്യാമ്പിൽ തന്നെ ഭക്ഷണം പാകപ്പെടുത്തി അവർക്ക് കഴിക്കാവുന്ന രൂപത്തിൽ കൊടുക്കുകയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ചെയ്തില്ലെന്ന് മാത്രമല്ല, അതിലേറ്റവും ഗുരുതരമായൊരു വീഴ്ച നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. ഗോപി എന്ന് പറയുന്ന പുഴവാതിലുള്ള ഒരു രോഗി രാവിലെ 9 മണിക്ക് ക്യാമ്പിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിറയ്ക്കുന്നുണ്ട്, കൈകാലുകൾ കോച്ചുന്നുണ്ട്. എന്നുവെച്ചാൽ അത് ഒരു സ്റ്റോക്കിൻ്റെ സിംറ്റമാണ്. ഒരു രോഗി ആ രൂപത്തിലേക്ക് അത്തരം ഒരു സിംറ്റം ഉണ്ട്, എന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് ആവശ്യം. ഇപ്പം തന്നെ ആംബുലൻസ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആൾ പോയി. ആ പോയ ആളിനെ പിന്നെ കണ്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ 3:30 മണിയായി. ആ 3:30 മണിയായപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ആശുപത്രി എനിക്കിങ്ങനെ വിഷമങ്ങളുണ്ട്. ഞാനപ്പം തന്നെ ചങ്ങനാശ്ശേരി ആശുപത്രിയിലെ സൂപ്രണ്ടിനെയും വിളിച്ചു, കളക്ടറെ വിളിച്ചു. അപ്പോൾ കിട്ടിയില്ല. അവിടുന്ന് ADM-നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കാതിരുന്നു. ഏതായാലും പെട്ടെന്ന് ചങ്ങനാശ്ശേരി ആശുപത്രിയിലെ സൂപ്രണ്ട് വാഹനം ആംബുലൻസ് വിട്ടു. അപ്പം തന്നെ DYFIയുടെ പ്രവർത്തകരെ കൂട്ടി അദ്ദേഹത്തെ ആശുപത്രി എത്തിച്ചു. അദ്ദേഹം യഥാർത്ഥത്തിൽ അത്രയും സമയം ജീവിച്ചിരുന്ന ഒരു വലിയ സംഭവമല്ലേ. ഒരു ഗുരുതരമായ ആപത്തിലേക്ക് എത്തുകയായിരുന്നു അത്തരം സമയത്ത് കാര്യങ്ങൾ. ആ വിഷയം ഒരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്ത് അവരോട് തന്നെ തർക്കിക്കുകയും അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നത്, അതൊരു ന്യൂനത ചൂണ്ടിക്കാണിച്ച് നമുക്ക് പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയല്ലേ. അതൊരു സൃഷ്ടിപരമായ വിമർശനമാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചെയ്ത അത്തരം കാര്യങ്ങളെ ഒന്നും നമുക്ക് മറ്റു വിധത്തിൽ കാണേണ്ടതില്ല. ഞങ്ങളതിനെ കണ്ടതെന്നാണ്. ഞാൻ ഒരു TV കണ്ടിട്ടാണ് ഞാനോട് എത്തിയത്, എന്നോട് മറ്റാരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ പ്രദേശത്തും നമുക്ക് ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതും അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടുമ്പോഴാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു സംഭവം കൂടി ഉള്ളത്, ഈ ജില്ലയിൽ നമ്മൾ അതിഥി തൊഴിലാളികൾ, അന്യതെന്ന് പറയുന്നത് ശരിയല്ലോ, ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾ, കഴിഞ്ഞ ഗവൺമെൻറ് അങ്ങനെയാണ് അവരെ വിളിച്ചത്. അതിഥി തൊഴിലാളികൾ ക്യാമ്പിൽ വന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് ആധാർ കാർഡില്ല, അവർക്ക് വേറെ അഡ്രസ്സില്ല. അതുകൊണ്ട് അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യം കൊടുക്കാൻ പറ്റില്ല, അത് ലിസ്റ്റിലും ചേർക്കാൻ പറ്റില്ല. അവർക്ക് എന്തൊരു മര്യാദകേടാണ്. അതിഥി തൊഴിലാളികൾ മനുഷ്യരല്ലേ, എവിടുന്ന് വന്നവരായിരുന്നാലും പട്ടിണി കിടക്കാവോ? അങ്ങനെയുള്ള സമീപനം സ്വീകരിച്ച ക്യാമ്പ് കണ്ടു. അത് അങ്ങേയറ്റം അപലനീയമാണ് എന്ന കാര്യം ഞാനെടുത്ത് സൂചിപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെയെല്ലാം സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കുറവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജില്ലാ അഡ്മിനിസ്ട്രേഷനിൽ കളക്ടർ കാര്യം പറയുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുകയും നല്ല രൂപത്തിൽ ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാൻ മുൻകാലത്തെ പോലെ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥന്മാരില്ല. ഇപ്പോൾ ഇവിടെ കോട്ടയം താലൂക്കിൽ മുമ്പ് തഹസിൽദാർ, RDO ഇവരെല്ലാം കൃത്യമായി ഓരോ ക്യാമ്പുകളും അറിയാമായിരുന്നു. എവിടെയൊക്കെയാണ് ക്യാമ്പ് ഉണ്ടെന്നറിയാമായിരുന്നു, എന്തൊക്കെ പ്രവർത്തിക്കണമെന്നറിയാമായിരുന്നു. അങ്ങനെ ഒരു സംവിധാനമില്ലാതെയും ഒരു കോർഡിനേഷൻ ഇല്ലാതെയും വന്നതിൻ്റെ ഭാഗം എന്തെല്ലാം തരത്തിലുള്ള കുഴപ്പങ്ങളാണ് ഉണ്ടായിരുന്നത്. വേറൊരു അനുഭവം പറയാം. ഐമനം PJM UP സ്കൂളിൽ 198 പേരുണ്ട്. ആ 198 പേരുള്ള ഒരു ക്യാമ്പിൽ അവിടെ ആകെ ഒരു ബാത്റൂമാണ് ഉള്ളത്, ഒരു ക്ലോസറ്റ്. അവരെങ്ങനെ കഴിയും? അവസാനം ഞാൻ കളക്ടറോട് പറഞ്ഞു, ഈ ടോയ്ലറ്റെങ്കിലും കൊടുക്കണം. രാവിലെ 10 മണിക്ക് വിളിച്ച് പറഞ്ഞു, വൈകുന്നേരം 6 മണിയായപ്പോൾ ജില്ലാ ഓഫീസർ വന്നിട്ട് പറയാം അവിടെ ക്യാമ്പ് ചെയ്തവരെല്ലാം വേറൊരു ക്യാമ്പിലോട്ട് പോകാൻ.
അപ്പോൾ അങ്ങനെ ഇതൊരു കോർഡിനേഷൻ്റെ അഭാവം ഞാൻ ചൂണ്ടിക്കാണി. അതേസമയത്ത് ആ സ്കൂളിൽ ഈ സൗകര്യം ഉള്ളതെന്ന് മനസ്സിലാക്കി അത് മറ്റൊരു ഈ സൗകര്യമുള്ള സ്കൂളിലേക്ക് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്രായോഗിക രൂപം ഉറപ്പാക്കുന്ന രംഗത്ത് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം. ഇത് നിരവധി ക്യാമ്പുകളിലെ ഓരോ പ്രശ്നമാണ് ഞാൻ എല്ലായിടത്തും പോയതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ നാട്ടിൽ പിന്നെ സന്നദ്ധ സംഘടനകൾ ഇറങ്ങിയിട്ട് വിവിധ തരത്തിൽ ഞങ്ങൾ പോയ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ചില സ്ഥലത്തെല്ലാം വസ്ത്രങ്ങൾ തയ്യാറാക്കി കൊണ്ട് കൊടുത്തു. പലർക്കും വസ്ത്രം ഉണ്ടായിരുന്നില്ല. ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്നൊക്കെ പോകുന്നവർ വല്ലാത്ത രൂപത്തിലായിരുന്നു. വസ്ത്രം കളക്ട് ചെയ്ത് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു, മരുന്ന് എത്തിച്ചു കൊടുത്തിരുന്നു. അഭയത്തിൻ്റെ ആംബുലൻസ് ഇപ്പോൾ കുമരകത്തേക്ക് ഞങ്ങളൊരു ആംബുലൻസ് ഇന്ന് തൊട്ട് അവിടെ കിടക്കാൻ കൊടുത്തിരിക്കുക, കുമരകത്ത് അഭയത്തിൻ്റെ. അപ്പോൾ അത്തരത്തിലുള്ള സേവനം ഉറപ്പാക്കിയതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമുക്ക് കുറേ എങ്കിലും പിടിച്ചു നീക്കാൻ കഴിഞ്ഞതും വലിയ ബഹളമില്ലാത്ത കാര്യങ്ങളിലേക്ക് പോകാനിട വന്നു. അപ്പോൾ ഈ തരത്തിൽ പൊതുവിൽ നമ്മുടെ ജില്ലയിലെ ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള നഷ്ടം ഭയാനകമാണ്. ഈ ജില്ലയിലെല്ലാം കൂടി കണക്കെടുത്താൽ ഒരു 110 കോടിക്കടുത്ത് വരുന്ന നാശനഷ്ടങ്ങൾ കൃഷിയുടെയും അതുപോലെ തന്നെ കടകൾക്കുണ്ടായ നഷ്ടവും മറ്റ് രൂപത്തിലുള്ള നഷ്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഗവൺമെൻറ് കുറേ കൂടി ഗൗരവത്തോടുകൂടി ഈ പ്രശ്നത്തെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട സെൻട്രൽ റാന്നി പ്രദേശത്ത് വന്നിട്ട് പോയി. അവിടുന്ന് ആ കോൺസ്റ്റിറ്റ്യുവൻസി അവസാനിക്കുന്ന പൂഞ്ഞാർ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. യഥാർത്ഥത്തിൽ അവിടുന്ന് വണ്ടി അല്പം കൂടി ഓടിയാൽ പൂഞ്ഞാർ കോൺസ്റ്റിറ്റ്യുവൻസി ഈരാറ്റുപേട്ട ഭാഗത്ത് ഉണ്ടായ സംഭവങ്ങൾ, മരണം സംഭവിച്ചത് ഇവിടെയാണ്, ഉരുൾപൊട്ടലുണ്ടായത് ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് ഇവിടെയാണ്. അപ്പോൾ അവിടെ കൂടി ഒന്ന് വന്ന് പോയിരുന്നെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് എന്തോ ഒരു ആശ്വാസമാകുമായിരുന്നു. അത് വന്നില്ല. ഭരണ സംവിധാനത്തിൽ ഇന്നലെ മാത്രമാണ് അവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത്. അവരുടെ പരാതി അതാണ്. ഞാനവിടെ ഈരാറ്റുപേട്ട 2ാം ഘട്ടവും പോയിരുന്നു. വ്യാപാരികളുമെല്ലാം സംസാരിച്ചപ്പോൾ അവരുടെ വിഷമങ്ങൾ അവർ വിശദീകരിക്കുകയുണ്ടായി. അവർക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അത് കേൾക്കാൻ ആരും വന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്നലെ വന്നപ്പോൾ അവരെല്ലാം ബഹളം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം. ഇത് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെ ഈ നാശനഷ്ടവും അല്ലെങ്കിൽ ഈ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ടുള്ള നാശനഷ്ടങ്ങളുടെയും അതുപോലെ തന്നെ നമുക്ക് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടതിൻ്റെയും ഉള്ളടക്കവും അതിൻ്റെ രത്നച്ചുരുക്കവുമാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഗവൺമെൻറ് അടിയന്തരമായി ഈ മണ്ണിനടിയിൽ പോയി മണ്ണിടിച്ചിൽ മരണപ്പെട്ട ജോണിയുടെ കുടുംബം വളരെ ദാഹിച്ച് മോഹിച്ചുണ്ടാക്കിയ ഒരു വീടാണ് 2 വർഷം മുമ്പ്. അത് പൂർണ്ണമായി അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നുള്ളത് അടയാളമില്ല. ആ വീട് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൊണ്ട് എങ്ങനെ വയ്ക്കും? അതുകൊണ്ട് ജോണിക്ക് ഒരു പുനരധിവാസത്തിനാവശ്യമായ വീടുണ്ടാവണം. 2 മരണം സംഭവിച്ച വീട്ടിൽ അതിനുള്ള ആശ്രിതർക്കുള്ള നഷ്ടപ്രതിഫലവും ലഭ്യമാകുന്ന രൂപത്തിലേക്ക് പ്രഖ്യാപിച്ച തുക പോരാ, അത് കുറേ കൂടി അവരുടെ വീട് നഷ്ടപ്പെട്ടത് പുനഃസ്ഥാപിക്കാനടക്കമുള്ള സൗകര്യങ്ങളൊക്കെ ഉറപ്പാക്കണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമതായി ഈരാറ്റുപേട്ടയിലെ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള എല്ലാം നഷ്ടപ്പെട്ടവർ, അവർക്ക് എല്ലാവരും ഒന്നേം തുടങ്ങേണ്ട സ്ഥിതി നിൽക്കുന്നു. ഒരു പുനരുദ്ധാരണ പാക്കേജ് ഉണ്ടാക്കി സഹായിക്കുകയും പലിശരഹിത വായ്പ ബാങ്കുകളോട് കൊടുക്കാൻ പറഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടായാൽ, മുമ്പ് കൂട്ടിക്കൽ ദുരന്തം ഉണ്ടായപ്പോൾ ഞങ്ങൾ ചെയ്തതാണ്. 24 പേർ മണ്ണിനടിയിൽ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി കച്ചവടക്കാർക്ക് വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി മണിമലത്തെ കച്ചവടക്കാർക്ക് വന്ന് ഒഴിഞ്ഞപ്പോൾ പലിശരഹിത വായ്പ ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ കച്ചവടക്കാർക്ക് ഒരു ഗവൺമെൻറ് സഹായവും അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പയും ഉൾപ്പെടെ കൊടുത്താൽ അവരുടെ ഉപജീവനത്തിന് മാർഗവും കച്ചവടം പുനഃസ്ഥാപിക്കാൻ കഴിയും. കൃഷിക്കാരെ സംബന്ധിച്ചുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള പന്നി ഫാം നഷ്ടപ്പെട്ടത്, പശുക്കൾ നഷ്ടപ്പെട്ടത്, മറ്റുരുക്കൾ നഷ്ടപ്പെട്ടത്, വരുമാനമാർഗം നഷ്ടപ്പെട്ടത്, പിന്നെ റബ്ബർ, കവുങ്ങ്, മുളക് പൊടി തുടങ്ങിയിട്ടുള്ള വിവിധ തരത്തിലുള്ള കൃഷികൾ സംശയിച്ച് കിഴക്കൻ മേഖല ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടും. പടിഞ്ഞാറൻ മേഖലയിൽ 1100-ൽ പരം ഹെക്ടറിലെ നെൽകൃഷി നശിച്ചവർക്ക് യഥാർത്ഥത്തിൽ ആ നെൽകൃഷിക്കാർക്ക് ന്യായമായ നഷ്ടപരിഹാരം കിട്ടും. മുമ്പ് നമ്മൾ കൊടുത്ത നഷ്ടപ്രതിഫലം കൊടുത്തതാണ്. വളഞ്ഞു കിടന്ന് നെല്ല് പോയപ്പോൾ ഒരിക്കൽ വേനൽ മഴ വന്നതിനെ തുടർന്ന് പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഞാൻ ഓർക്കുന്നു, BSൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കോട്ടയം ജില്ലയായിരുന്നു. ഞങ്ങൾ വള്ളത്തിൽ പോയാണ് മുല്ലത്ത് നഗരം ഞങ്ങൾ കൂടി എല്ലാം കണ്ടിട്ട് കൃഷിക്കാർക്ക് നഷ്ടപ്രതിഫലം കൊടുത്തത്. ആ രൂപത്തിലേക്ക് ഈ പടിഞ്ഞാറൻ മേഖലയിൽ കൃഷിക്കാർക്ക് ആവശ്യമായ വലിയ രൂപത്തിലുള്ള കൃഷിനാശം ഉണ്ടായവർക്ക് 1086 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചിട്ടുള്ളത്. അവർക്ക് നഷ്ടപ്രതിഫലം കിട്ടാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കണം എന്നതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്.